സംസ്ഥാനത്ത് കുതിച്ചുയരുന്ന മാരിടൈം വികസന ഭൂപടത്തിലേക്ക് പുതിയ ഒരു കാൽവെപ്പായി നീണ്ടകര മാരിടൈം ഇൻസ്റ്റിറ്റ്യൂട്ട്. നീണ്ടകരയിൽ പണി കഴിപ്പിച്ച കെട്ടിടത്തിലും അനുബന്ധ സ്ഥലത്തും സ്വകാര്യ പങ്കാളിത്തത്തോടെ അന്താരാഷ്ട്ര നിലവാരത്തിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രവർത്തിച്ചു തുടങ്ങും. പ്രദേശത്തെ വിനോദസഞ്ചാര സാധ്യത കൂടി പരിഗണിച്ച് എഡ്യൂക്കേഷൻ എന്റർടൈൻമെന്റ് മാതൃകയിലാണ് പദ്ധതി. മാരിടൈം എഡ്യൂക്കേഷൻ ആൻഡ് എന്റർടൈൻമെന്റിന്റെ ആദ്യ PPP പദ്ധതി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് കുതിച്ചുയരുന്ന മാരിടൈം വികസന ഭൂപടത്തിലേക്ക് പുതിയൊരു കാൽവെപ്പായി മാറുകയാണ് നീണ്ടകര മാരിടൈം ഇൻസ്റ്റിറ്റ്യൂട്ട്. നീണ്ടകരയിൽ പണി കഴിപ്പിച്ച കെട്ടിടത്തിലും അനുബന്ധ സ്ഥലത്തും സ്വകാര്യ പങ്കാളിത്തത്തോടെ അന്താരാഷ്ട്ര നിലവാരത്തിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രവർത്തിച്ചു തുടങ്ങും. ഈ പ്രദേശത്തെ വിനോദസഞ്ചാര സാധ്യത കൂടി പരിഗണിച്ച് എഡ്യൂക്കേഷൻ എന്റർടൈൻമെന്റ് മാതൃകയിലാണ് പദ്ധതി. സുതാര്യമായ ഇ ടെൻഡർ പോർട്ടൽ വഴി 60 അംഗ കൺസോർഷ്യത്തെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. പദ്ധതി നടപ്പാക്കാനുള്ള സമ്മതപത്രം കൺസോർഷ്യത്തിന് കൈമാറി. ചടങ്ങിന്റെ ഉദ്ഘാടനം ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA നിർവഹിച്ചു. ഇത്തരത്തിൽ ആദ്യമായിട്ടാണ് ഒരു മാരിടൈം ഇൻസ്റ്റിറ്റ്യൂട്ട് അതിന്റെ ഔദ്യോഗികമായിട്ടുള്ള അംഗീകാര പത്രത്തിന്റെ കൈമാറ്റം നടത്തപ്പെടുന്ന ഒരു സംവിധാനം ഉണ്ടാകുന്നത്. ചരിത്രത്തെക്കുറിച്ച് നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. നബാർഡ് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ഒരു മാരിടൈം ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിക്കുമ്പോൾ പ്രധാനമായിട്ടും പ്രീ-സി പോസ്റ്റ്-സി കോഴ്സുകൾ തുടങ്ങുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ആരംഭിച്ചത്. മുമ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അതിന്റെ വലിയ ഏർലി സ്റ്റേജ് ഒരു സ്ട്രാങ്കുമാർക്കെല്ലാം ലൈസൻസിങ് കൊടുക്കുക എന്നുള്ള ഉദ്ദേശം. ഇപ്പം കൊടുങ്ങല്ലൂർ ഇതിന്റെ സബ് സെന്റർ പ്രവർത്തിക്കുമ്പോഴും നമ്മുടെ ബോട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന സ്ട്രാങ്കുമാർ, അതിന്റെ എഞ്ചിൻ റിപ്പയർ ചെയ്യുന്നവർ, ഇവർക്കുള്ള ബേസിക് ലൈസൻസ് കൊടുക്കുക എന്നുള്ളത് മാത്രം ആ ഉദ്ദേശത്തോടുകൂടി ആരംഭിച്ചത്. പിന്നീടാണ് ഇതിന്റെ ഹയർ ലെവലിലേക്ക് പ്രീ-സി പോസ്റ്റ്-സി കോഴ്സുകൾ ആരംഭിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി നബാർഡ് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നിർമ്മാണം ആരംഭിച്ചെങ്കിലും 2013-14 കാലഘട്ടത്തില് അന്നത്തെ ഇതിന്റെ കോൺട്രാക്ടറും അതുപോലെ കൺസൾട്ടന്റും പിന്നെ എഞ്ചിനീയറിംഗ് വിഭാഗവും ഹാർബർ എഞ്ചിനീയറിംഗ് ആയിരുന്നു ഇതിന്റെ നിർമ്മാണം. മാരിടൈം ബോർഡ് ചെയർപേഴ്സൺ NS പിള്ള അധ്യക്ഷത വഹിച്ചു. നിങ്ങൾക്ക് ഏവർക്കും, നിങ്ങളെല്ലാം ഭൂരിപക്ഷവും ഈ നാട്ടുകാരാണ്, നിങ്ങൾക്ക് ഏവർക്കും അറിയാം, കഴിഞ്ഞ 10 വർഷമായിട്ട് കേരള ഗവൺമെന്റ് ഈ പറയുന്ന പ്രോപ്പർട്ടി ഡെവലപ്പ് ചെയ്യാനുള്ള ഉദ്യമ ശ്രമത്തിലാണ്. ഏതാണ്ട് 2014 നിർമ്മാണം ആരംഭിച്ച് ഏകദേശം 40 കോടി രൂപയോളം ചെലവഴിച്ച് ഇന്ന് കഴിഞ്ഞ 12 വർഷമായി നിഷ്ക്രിയമായി കിടക്കുകയാണ് ഈ ആസ്തി. യഥാർത്ഥത്തിൽ CRZ ഉൾപ്പെടെ കോസ്റ്റൽ റെഗുലേറ്ററി സോൺ അതോറിറ്റിയുടെ പെർമിഷൻ ഉൾപ്പെടെ വാങ്ങി നിർമ്മാണം പൂർത്തിയാക്കേണ്ടിയിരുന്ന ഈ സ്ഥാപനം അന്നത്തെ നടപടിക്രമങ്ങളൊന്നും പാലിക്കാത്തത് കൊണ്ട് കേസിൽ പലതരത്തിലുള്ള വ്യവഹാരത്തിൽപ്പെടുകയും നിർമ്മാണത്തിൽ കരാറുകാരും ഉപകരാറുകാരും തമ്മിലുള്ള തർക്കങ്ങൾ ഉണ്ടാവുകയും അങ്ങനെ കഴിഞ്ഞ ഒരു 7-8 വർഷമായിട്ട് കേസും വഴക്കുമായി ഈ ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ടുണ്ടാക്കിയ ഈ വലിയ പശ്ചാത്തല സൗകര്യം നിഷ്ക്രിയമായി. ഇനി ഇത് തുടർന്നിരുന്നെങ്കിൽ ഇതെല്ലാം മണ്ണടിയുന്ന സ്ഥിതിയിലാണ്. കൈമാറാതെ ഗവൺമെന്റിന്റെ കയ്യിൽ നിക്ഷിപ്തമാക്കിക്കൊണ്ട് 30-45 വർഷവും ഗവൺമെന്റ് തന്നെ ഉടമസ്ഥനായി നിന്നുകൊണ്ട് നടത്തുന്ന ഒരു പ്രൊജക്റ്റാണിത്. ഒരിക്കലും ഇതൊരു സ്വകാര്യ വ്യക്തിയുടെ സ്വത്തായി മാറ്റുക എന്നുള്ള ആക്ഷേപത്തിന് നിങ്ങൾ ഓരോരുത്തരോടും എനിക്ക് വിനീതമായി പറയാനുള്ളത്, ആരെങ്കിലും ഒക്കെ നിങ്ങളോട് ചോദിച്ചാൽ വ്യക്തമായി നിങ്ങൾ വിശദീകരിച്ചു കൊടുക്കുക. ഇത് പൊതു സ്വകാര്യ പങ്കാളിത്തം എന്ന് പറഞ്ഞാൽ നമ്മുടെ നിക്ഷേപം ഈ കാണുന്ന ഈ രൂപത്തിൽ കാണുന്ന മൊത്തം പ്രോപ്പർട്ടി മാത്രം. ഷമീർ താഴെപ്പീടികയിൽ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് R ലതാദേവി, നീണ്ടകര ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ നിജ അനിൽ, ഷേർലി ഹെൻറി, ഷൈൻഹേക്ക്, സജികുമാർ, രാജു നായർ, ക്യാപ്റ്റൻ അശ്വനി പ്രതാപ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ.